ഹായ് ഫ്രണ്ട്സ്, കരിയർ അപ്ഡേറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാധാരണ സർക്കാർ സർവീസുകൾ വരുന്ന വേക്കൻസിയെ പറ്റിയാണ് ഈ ചാനൽ പറയുന്നത്. ഇപ്രാവശ്യം പറയുന്നത് അധ്യാപകർക്ക് വേണ്ടിയുള്ളതാണ്. ടീച്ചേഴ്സിന് വേണ്ടിയുള്ള വേക്കൻസി ഡൽഹി ഗവൺമെൻറ്റിൽ നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ഞാൻ ആലോചിക്കുകയായിരുന്നു, നമ്മളുടെ നാട്ടിൽ ബി.എഡ് കഴിഞ്ഞ പല കുട്ടികളും ജോലിയില്ലാതെ നടക്കുകയും അതിന് ശ്രമിക്കുമ്പോൾ തന്നെ ഭീമമായ ഒരു തുക മാനേജ്മെന്റിന് കൊടുക്കേണ്ട ഒരു അവസ്ഥയും വരുന്നുണ്ട്. ഈ അവസ്ഥയ്ക്ക് നല്ലൊരു പരിഹാരമായിരിക്കില്ലേ PG ടീച്ചേഴ്സിന് വേണ്ടിയുള്ള ഈ വേക്കൻസി? ഏതാണ്ട് 400 പരം വേക്കൻസി ഡൽഹിയിൽ വന്നിട്ടുണ്ട്. മിക്കവാറും എല്ലാ വിഷയങ്ങളിലും ഈ വേക്കൻസി വന്നിട്ടുണ്ട്. ഡൽഹി സബോർഡിനേറ്റ് സർവീസ് ബോർഡാണ് ഈ വേക്കൻസി ഇറക്കിയിരിക്കുന്നത്. ഓൺലൈനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അതിൻ്റെ വിശദമായ ഓൺലൈൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ വിശദമായ കാര്യങ്ങളിലേക്ക്. ഡൽഹി ഗവൺമെൻറ്റിൻ്റെ ഡയറക്ടറേറ്റ് ഓഫ് എഡ്യൂക്കേഷനിലും ന്യൂഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ നടത്തുന്ന സ്കൂളുകളിലുമാണ് വേക്കൻസി വന്നിരിക്കുന്നത്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിന് വേണ്ടിയാണ് ഈ വേക്കൻസി ഉള്ളത്. ഒരുപക്ഷെ ന്യൂഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ സ്കൂളുകൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വളരെ മോശപ്പെട്ട സ്കൂളുകൾ എന്നൊക്കെ ചിന്ത ഉണ്ടാവാം. എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്നു, വളരെ കാലം ഡൽഹിയിൽ താമസിച്ചുകൊണ്ട് പറയുകയാണ്. വളരെ സൗകര്യങ്ങളുള്ള, നമ്മളുടെ ചിന്തയ്ക്കപ്പുറത്തുള്ള മനോഹരമായ ക്ലാസ് മുറികളും എല്ലാ സൗകര്യങ്ങളും കൂടിയതാണ് ഡൽഹിയിലെ ഗവൺമെൻറ് സ്കൂളുകൾ. വളരെ ധൈര്യമായി നിങ്ങൾക്ക് അവിടെ ജോലി ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് സാധാരണ സ്കൂളുകളാണെന്നോ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത സ്കൂളുകളാണെന്നോ ഉള്ള ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ വളരെ മോഡേൺ സൗകര്യങ്ങളുള്ള സ്കൂളുകളാണ് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ നടത്തുന്നത് എന്ന് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ സർട്ടിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിനാണ്. അപ്പോൾ അതാത് വിഭാഗങ്ങളിൽ പോസ്റ്റ് ഗ്രാജുവേഷനും ബി.എഡുമുള്ള കുട്ടികൾക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. വേക്കൻസി ഹിന്ദി, മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ്, ജോഗ്രഫി, ഫിസിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ഇക്കണോമിക്സ് തുടങ്ങി എല്ലാ വിഷയങ്ങളിലും വന്നിട്ടുണ്ട്. ഈ ഡൽഹി ഗവൺമെന്റിന്റെ വേക്കൻസിയിൽ എന്നെ അത്ഭുതപ്പെടുത്തിയതും എപ്പോഴും മനസ്സിലാക്കാൻ കഴിയാത്തതുമായ ഒരു വിഷയം, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക വേക്കൻസിയാണ്, പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും. അതായത് വേക്കൻസി പോസ്റ്റ് ഗ്രാജുവേഷൻ മാത്തമാറ്റിക്സ് ടീച്ചർ മെയിൽ എന്നുണ്ട്, പോസ്റ്റ് ഗ്രാജുവേഷൻ മാത്തമാറ്റിക്സ് ടീച്ചർ ഫീമെയിൽ എന്നുമുണ്ട്. അതിൻ്റെ കൂടുതൽ അന്വേഷിച്ചപ്പോൾ എനിക്ക് അറിയുവാൻ കഴിഞ്ഞത്, ഇവർ പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള സ്കൂളുകൾ അവിടെ അനേകമുണ്ട്. പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള സ്കൂളുകളിൽ അവർ ലേഡി ടീച്ചേഴ്സിനെ മാത്രമേ അപ്പോയിന്റ് ചെയ്തുള്ളൂ എന്നതുകൊണ്ടാണ് ലേഡി ടീച്ചേഴ്സിനും മെയിൽ ടീച്ചേഴ്സിനും സെപ്പറേറ്റ് വേക്കൻസി വരുന്നത്. എന്തായാലും അത് നമ്മളുടെ ഒരു സബ്ജക്റ്റ് അല്ല. എനിക്ക് ആകെ പറയുവാനുള്ളത്, കേരളത്തിലെ ഇന്നത്തെ ഒരു മാർക്കറ്റ് റേറ്റ് വെച്ച് ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു PG ടീച്ചറിനായിട്ട് ഒരു മാനേജ്മെന്റ് സ്കൂൾ പ്രവേശിക്കണമെങ്കിൽ കുറഞ്ഞത് 35-40 ലക്ഷം രൂപയെങ്കിലും ഡൊണേഷനായിട്ട് കൊടുക്കേണ്ടി വരും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എനിക്കതിൻ്റെ ഡേറ്റയൊന്നുമില്ല, പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ഡൽഹി പോലുള്ള ഒരു പ്രദേശത്ത് ഒരു പൈസയും മുടക്കാതെ നിങ്ങൾക്കൊരു ജോലി ലഭിക്കുകയും ഈ 40 ലക്ഷം രൂപ മതിയാകും നിങ്ങളുടെ ജീവിതം വളരെ സന്തോഷമായിട്ട് തുടരുവാൻ. ഒരു വീട് കൊണ്ട് തുടങ്ങുവാനോ ഒരു വാഹനം കൊണ്ടൊക്കെ തുടങ്ങുവാൻ 40 ലക്ഷം രൂപ എന്നുള്ളത് ആവശ്യത്തിൽ അധികമാകും. അങ്ങനെയെങ്കിൽ ഇത് നിങ്ങൾക്ക് ചിന്തിക്കാവുന്ന ഒരു ഓപ്ഷനാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഫെബ്രുവരി ഇപ്പോൾ ഓൺലൈൻ ഓപ്പൺ ആണ്. ഫെബ്രുവരി 14-ാം തീയതി വരെ ഓൺലൈൻ ഉണ്ടാവും. അതുകൊണ്ട് അപ്ലൈ ചെയ്യാവുന്നവർ എത്രയും വേഗം അപ്ലൈ ചെയ്യണം. ആ ലിങ്കിൽ നിങ്ങൾ ആദ്യം രജിസ്റ്റർ ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് ആപ്ലിക്കേഷനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവുന്നതാവും. ഇനിയും ഇതിൻ്റെ സെലക്ഷൻ രീതി എന്ന് പറയുന്നത്, ഒരു എക്സാമിനേഷൻ നടക്കും. 300 മാർക്കിലുള്ള 3 മണിക്കൂർ നീളുന്ന എക്സാമിനേഷനാണ് നടക്കുന്നത്. ഇതിനകത്ത് വരുന്നത് ന്യൂമറിക്കൽ എബിലിറ്റി, ഇംഗ്ലീഷ്, ഹിന്ദി, ജനറൽ അവയർനെസ്, റീസണിങ് എന്ന ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവാം, ഈ ഹിന്ദിയുടെ ചോദ്യം വരുമല്ലോ എന്നുള്ളത്. ഹിന്ദിക്ക് ചോദ്യം ഉണ്ടാവും. 10ാം ക്ലാസ് വരെ ഹിന്ദി പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് എഴുതാൻ പറ്റുന്ന രൂപത്തിലുള്ള ക്വസ്റ്റ്യനുകളാണ് ഇതിൽ വരുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് 300 മാർക്കിന്റെ 300 ചോദ്യങ്ങൾ 3 മണിക്കൂർ കൊണ്ട് തീരുന്ന ഒരു എക്സാമിനേഷനാണ്. ഇങ്ങനെയുള്ളൂ. എൻ്റെ എക്സാമിനേഷനിൽ ജയിച്ചതിൻ്റെ സ്ക്രീനിങ് നടത്തിയതിന് ശേഷം വീണ്ടും ഒരു എക്സാമിനേഷൻ കൂടി നടത്തും. ആ എക്സാമിനേഷന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ വിഷയത്തിലായിരിക്കും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. ഡേറ്റ അനാലിസിസിനും ടീച്ചിങ് മെത്തഡോളജിയെ പറ്റിയും ഒക്കെ ചോദ്യങ്ങൾ ഉണ്ടാവും. അതിനേക്കാൾ ഉപരി നിങ്ങളുടെ വിഷയത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. 30 വയസ്സിന് താഴെയുള്ളവർക്ക് അപേക്ഷിക്കാം. കേന്ദ്ര സർക്കാരിൻ്റെ പ്രയോറിറ്റി ഉള്ള സ്കെയിലുള്ള ഗവൺമെൻറ്റാണിത്. ലെവൽ 8 എന്ന് പറയുന്ന സ്കെയിലിലേക്കാണ് പോകുന്നത്. എൻ്റെ കണക്കൂട്ടിൽ കുറഞ്ഞത്
ഡൽഹിയിലെ HRAയും വെച്ച് നോക്കുമ്പോൾ 95,000 രൂപയെങ്കിലും സ്റ്റാർട്ടിങ്ങിൽ കിട്ടാൻ സാധ്യതയുള്ള ഒരു ജോലിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളുടെ പരിചയങ്ങളിൽ BEd കഴിഞ്ഞ അനേകം കുട്ടികളുണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവരിലേക്ക് ഇത് എത്തിക്കുക. കൂടുതൽ ആൾക്കാരിൽ എത്തിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ സാധ്യതകൾ ഉണ്ടാകും. എല്ലാവരും ഇത് ശ്രദ്ധിച്ചതിന് ശേഷം നമ്മളുടെ പരിചയത്തിലുള്ളവർ BEd കഴിഞ്ഞ കുട്ടികളുണ്ടെങ്കിൽ അവരിൽ നിർബന്ധമായി എത്തിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സർക്കാർ സർവീസുകളിൽ വരുന്ന വേക്കൻസിയാണ്. പ്രത്യേകിച്ച് അത് തുടക്കക്കാർക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മളുടെ പരിചയത്തിൽ അനേകം പേരുണ്ടാവുമല്ലോ, അവർക്ക് ഇത് ഷെയർ ചെയ്തു കൊടുക്കുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം വീണ്ടും അടുത്ത ആഴ്ച പുതിയൊരു വിഷയവുമായി, പുതിയ വേക്കൻസിയുമായി നിങ്ങളിലെത്തുന്നു. ടിൽ ദെൻ, താങ്ക് യു.